2011-2012 വർഷത്തിലെ SLC എക്സാമിൽ വിജയം നേടിയ നമ്മുടെ പടിയന്റെ പൊന്നോമനപുത്രനും ഏറ്റവും നല്ല വിദ്യാർത്ഥിക്ക് ആയ കിച്ചുവിനെ ഞാൻ എൻ്റെ പേരിലും എൻ്റെ സുഹൃത്തുക്കളായ ANCCയിലെ ഓരോ മെമ്പേഴ്സിൻ്റെ പേരിലും ഒരു ചെറിയ ആദരവ് ഇവിടെ നൽകുകയാണ്. അതിനായി ആദ്യമായി ഞാൻ ഇതിൽ വിജയം നേടിയ കിച്ചുവിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിനായി കിച്ചുവിനെ ആദരിക്കുന്നതിനായി ഇവിടെ വന്നെത്തിയിരിക്കുന്ന ANCCയിലെ ഓരോ മെമ്പേഴ്സിനെയും ഞാൻ വരവേൽക്കുകയാണ്. ഇവിടെ വന്നെത്തിയിരിക്കുന്ന ANCCയിലെ ക്യാപ്റ്റൻ കുട്ടായിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തായി വിശിഷ്ട വ്യക്തി ക്യാപ്റ്റൻ കുട്ടായി ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുക. നമ്മുടെ പ്രിയങ്കരനുമായ നമ്മുടെ കിച്ചു SLC എക്സാമിൽ ഉന്നത വിജയം നേടി നമ്മുടെ ANCCയുടെ അഭിമാനം ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മുടെ കിച്ചുവിനെ ഈ വേദിയിലേക്ക് ഒന്നുകൂടി ഞാൻ ക്ഷണിക്കുകയാണ്. ഇതിനെ തുടർന്ന് നമ്മുടെ കിച്ചുവിന് നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ ഇവിടെ ഞാൻ ക്ഷണിക്കുകയാണ്. കിച്ചു ഞാൻ ജയിച്ചതിന് പുറമെ കൊടുക്കുന്ന സന്തോഷമാണ് ഏറ്റവും പ്രധാനം. കൊല്ലം വീട്ടിൽ ഞങ്ങൾ എല്ലാവരും 10ാം ക്ലാസ് ഫെയിലില്ല. ഞാൻ മാത്രം 10ാം ക്ലാസ് പാസ്സായി. എന്നെ കൊണ്ട് സന്തോഷം എൻ്റെ കൂട്ടുകാരന്മാർക്കാണ്. ഇനി ഞാൻ എന്ത് പറയണ്ടെന്ന് വെച്ചാ എന്തെങ്കിലും പറയണ്ട. അടുത്തായി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്ന എൻ്റെ സ്പോൺസർ ഒരാളുണ്ട്, മിസ്റ്റർ ബിമൽ വിഷം. ഓരോരുത്തരും പറഞ്ഞോട്ടാ. സഹൃദയരായ ANCC ക്ലബ് അംഗങ്ങളെ, കിച്ചു വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയ ഈ വിജയത്തിൽ നമ്മൾ ഓരോരുത്തരും സന്തുഷ്ടരാണ്. അതിന് കിച്ചുവിൻ്റെ കൂടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഓരോരുത്തരായി വന്ന അവരുടെ വാക്കുകൾ ഈ വേദിയിൽ കിച്ചുമായി പങ്കുവെക്കേണ്ടതാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അടുത്തായി കിച്ചുവിനെ ഒരു മാലയണിച്ച് സ്വീകരിക്കുവാൻ ANCCയിലെ മെമ്പറായ പ്രഭുവിനെ ഞാൻ ക്ഷണിക്കുന്നതാണ്. നന്ദി പ്രഭു. അടുത്തായി കിച്ചുവിനെ പൊന്നാട അണിയിക്കുന്ന ആള്, അത് അണിയിക്കുന്നത് ANCC ക്യാപ്റ്റൻ കുട്ടായിയാണ്. സാധനം കൊണ്ടിരിക്കും. അടുത്തതായി കിച്ചുവിന് ഒരു ബൊക്ക നൽകി ആദരിക്കുന്നതാണ്. അതിനായി ANCC മെമ്പർ മിസ്റ്റർ അർജുനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
താങ്ക്സ് അർജുൻ, നന്ദി. അടുത്തായി ഈ SLC എക്സാമിൽ ഒന്നാമത് ജയം കണ്ടെത്താൻ കഴിയാതെ രണ്ടാമതിൽ വൻപിച്ച ജയം കണ്ടെത്തിയ കിച്ചുവിലെ ഒരു ചെറിയ തുക ANCCന്റെ ക്ലബിന്റെ വകയും പിന്നെ ഇതിന്റെ സ്പോൺസറായ വിമൽ ചേട്ടന്റെ വകയും ക്യാഷ് നൽകുന്നതായി മിസ്റ്റർ വിമൽ വിശുദ്ധയായി ക്ഷണിക്കുന്നു. നന്ദി വിമൽ ശോഭ്. ഇനി ഓരോരുത്തരായി ഈ സ്റ്റേജിലേക്ക് 2 വാക്ക് സംസാരിക്കുന്നതായി ഞാൻ ക്ഷണിക്കുന്നു. ആദ്യമായി കക്കുവിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഭിനന്ദനം പറയാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ എല്ലാമായ കിച്ചുവിന് എൻ്റെ പേരിലും നമ്മുടെ ANCCയുടെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. അടുത്തായി പ്രഭുദേവിനെ ഞാൻ ക്ഷണിക്കുന്നു. ഹലോ, SLC പരീക്ഷയിൽ ഉന്നത ശതമാനം മാർക്ക് വാങ്ങുക മാത്രമല്ല ശ്രീദേവ് ടീച്ചറെ പഴയ പേര് കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരിച്ചാണ് കിച്ചു. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 2012 ഉന്നത വിജയം നേടുകയും അതുപോലെ തന്നെ മറ്റു കലാസായിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കിച്ചുവിന് രാജകണ്ണ് ANCCയുടെ വക എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കപ്പെടുന്നു. അടുത്തായി 2 വാക്ക് സംസാരിക്കുന്നതായി മുണ്ടനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരനായ ക്യാപ്റ്റൻ SLCയിൽ ഉന്നതി നേടിയ എൻ്റെ പേരിലും നമ്മുടെ ANCC ക്ലബിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി 2 വാക്ക് സംസാരിക്കുന്നതായി അർജുനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. SLC പാസ്സായ കിച്ചുവിന് എൻ്റെ അഭിനന്ദനങ്ങൾ. അടുത്തതായി ഞാൻ പ്രണവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ കിച്ചു SLCയിൽ ഉന്നത വിജയം നേടിയിരിക്കുന്നു. അത് നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുക. ANCCയുടെ പേരിലും എൻ്റെ പേരിലും പ്രത്യേക അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തായി കിച്ചുവിന് നന്ദി രേഖപ്പെടുത്താൻ ANCCയിലെ ഒരു മുതിർന്ന പ്ലെയറായ വിമൽ വിശ്വത്തെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. കിച്ചു പാസ്സായി എന്ന് കേട്ടപ്പോൾ തന്നെ ഹൃദയസ്തംഭനം വന്ന ഒരാളാണ്. പക്ഷേ അവന്റെ ആ കരുത്ത് അതിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. ഫസ്റ്റ് തോറ്റാലും അത് ജയത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് അവൻ കാണിച്ചു തന്നിരിക്കുകയാണ് ഇവിടെ. അവൻ സ്പോർട്സിൽ ഒരു വാഗ്ദാനമാണെങ്കിലും നമ്മുടെ ANCCയിൽ സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇല്ല, അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും പുച്ഛിക്കരുത്. അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ദൈവം എന്ന് പറയുന്നത് ശ്രീദേവി ടീച്ചർക്ക് എങ്ങനെ അവനെ പാസ്സാക്കി എടുക്കാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംശയം.
എങ്കിലും നമ്മുടെ അമ്പലനടയുടെ അഭിമാനമായ മിസ്റ്റർ ശ്രീകുട്ടൻ എന്ന് പറയുന്ന കിച്ചുവിനെ വളരെയധികം സന്തോഷത്തോടുകൂടി ഈ ആദരവ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കിച്ചുവിൻ്റെ വീട്ടിൽ ഇപ്പോൾ നിലവിൽ ഉള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമ്പന്നനാണ് ഷിച്ചു. ഇപ്പോൾ ആ ഒരു നേട്ടത്തിൽ കിച്ചുവിന് അഭിമാനിക്കാം, അഹങ്കരിക്കാം, ആഹ്ലാദിക്കാം. ഇതോടുകൂടി എന്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി കിച്ചുവിനെ ഈ വിജയത്തിൽ അഭിനന്ദിക്കുന്നതിന് വേണ്ടി കിരീടദാനം നടത്തുവാൻ മിസ്റ്റർ കണ്ണനെ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി വളർന്നു വരുന്ന താരമായ ചാച്ചപ്പൻ കിച്ചുവിന് ഒരു പൂച്ചെണ്ട് നൽകുന്നതാണ്. അടുത്തതായി ആഷിഖ് കിച്ചുവിനെ അഭിനന്ദിക്കുന്നതായി ഒരു പൂച്ചെണ്ട് നൽകുന്നു. അടുത്തതായി അടുത്തതായി NCCയുടെ ജൂനിയർ താരങ്ങൾ കിച്ചുവിനെ അനുമോദിക്കുന്നു. അടുത്തതായി നന്ദി പ്രകാശനമാണ്. അതിനുവേണ്ടി അവനെ തന്നെ നമ്മുടെ ക്യാപ്റ്റനായ ഇത് യോഗം കഴിഞ്ഞിട്ട് പിടിച്ചാൽ വേണ്ട. ഇല്ല, ഇത് കഴിഞ്ഞ അപ്പൊ തന്നെ നന്ദി പ്രകാശ്. എൻ്റെ സുഹൃത്തും NCCയുടെ പൊന്നമനപുത്രമായ കിച്ചുവിനും എൻ്റെ പേരിലും എൻ്റെ ടീം അതായത് NCC ക്ലബിൻ്റെ പേരിലും വമ്പിച്ച തോതിലുള്ള ഒരു നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കുറച്ചും കൂടി പോട്ടെ, അതിൻ്റെ ഇടപെടുണ്ട് പിടിക്കാം. നമ്മുടെ ഇവിടെ നടത്തി വരുന്ന ക്രിക്കറ്റ് മേള തന്നെ നമുക്കൊരു ഉദാഹരണമാണ്. അതിലും വമ്പിച്ച ഒരു കാഴ്ച തന്നെയാണ് നമ്മളുടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് കിച്ചു. അതോടൊപ്പം തന്നെ കിച്ചുവിനെ ഈ വേദിയിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒരു വട്ടം കൂടി ഈ വേദിയിലേക്ക് ഞാൻ ആർദ്രമായി സ്വീകരിക്കുന്നു. ഇവിടെ വന്നെത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആനന്ദേട്ടൻ നമ്മുടെ കിച്ചുവിനെ അനുമതിക്കാൻ 2 വാക്ക് സംസാരിക്കുന്നു. SSLC പാസ്സാക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ല, തോൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയ സംഭവമാണ്. അങ്ങനെ ഒരു മിടുക്കനെ നമ്മൾ അനുമോദിക്കുന്നതിൽ എല്ലാവരും സഹകരിക്കുകയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം 2ാമത് എഴുതി പാസ്സായി എന്ന് പറയുന്നത് വലിയ അത്ഭുതമായിട്ട് ആരും കരുതണ്ട. അത് തോൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പുതിയ നിയമത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അതിൽ അദ്ദേഹം മിടുക്ക് കാണിച്ചു. അദ്ദേഹം പാസ്സായത് വീണ്ടും എൻ്റെ അഭിവാദനം. തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് എല്ലാവിധ താങ്ക് യു.
അടുത്തതായി നമ്മുടെ സീനിയർ പ്ലെയർ ആയിരുന്ന റാമുട്ടിക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ അനിയനെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് 2 വാക്ക് മൊബൈൽ എന്ത് എന്ത് അവന് വിളിക്കാം രാമനെ നീ സംസാരിച്ചോ റാമുട്ടിക്ക് വേണ്ടി പക്ഷെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം കൂടെ എത്തിയിരുന്നില്ല. എന്റെ ചേട്ടൻ റാമോഹൻ ചേട്ടൻ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ വളരെയധികം ഇരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ചേട്ടൻ പറയുകയുണ്ടായി കിച്ച് ജയിക്കുകയില്ലാന്ന്. പക്ഷേ അവൻ വളരെ പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഈ പ്രാവശ്യം SLCയിൽ വമ്പിച്ച വിജയത്തോടുകൂടി പാസ്സായിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരിലും എൻ്റെ പേരിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും കിച്ചന് ഒരിക്കൽ കൂടി അല്ല കൂടി അഭിനന്ദനങ്ങൾ. യോഗത്തിലാണ് അമ്പലത്തിന്റെ അടുത്ത് ലൗഡ് സ്പീക്കറിലാണ് അമ്പലത്തിന്റെ അടുത്താ നീ പ്രസംഗിക്കുക. നീ ഇപ്പൊ വേദിയിലാടാ ഫോണിലുണ്ട് സംസാരിക്കുന്ന ആരാണ് പറഞ്ഞോളൂ പറഞ്ഞോ. അതെ ശരിയാ, എനിക്ക് നല്ല ഗ്ലാമർ ആയിരിക്കും. വേദിയിലാ ഇവിടെ മൈക്കൊക്കെ വെച്ച് നീ ഇപ്പൊ വേദിയിലാണ് പ്രസംഗിക്കാൻ ആൾക്കാരൊക്കെ ഓഡിയൻസ് മൈക്കിൽ അനുമോദിച്ചോ കിച്ചൺ അനുമോദിച്ചോളൂ. എവിടെയുണ്ട്? ഹലോ, എവിടെയുണ്ട്? അങ്ങനെ സംഭവം സംഭവിച്ചു. ജയിച്ചു ചേട്ടാ. ഇവിടെ ഞാനിപ്പോ ഫോമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ പിന്നെ ഫ്ലക്സ് അടിക്കണെന്ന് വെച്ചാലേ ഇത് അടി അതൊന്നുമില്ല, ദേശീയകാലൊന്നുമില്ല. ഫ്ലക്സ് ഒക്കെയാണ് ഫ്ലക്സ് വിളിച്ചെന്നെ നാളെ കിടത്തണം. പടക്കം പൊട്ടി കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. 2 കഴിഞ്ഞിട്ട് വയ്ക്കോ. അത് മതി. അടുത്തേക്കായിരുന്നു പ്രയോഗത്തോടുകൂടി നമ്മുടെ ഈ അടുത്തായി കരിമരുന്ന് പ്രയോഗമാണ്. അതിനുശേഷം കിച്ചന് എല്ലാവർക്കും ഉച്ചഭക്ഷണം നൽകുന്നതാണ്. തീപ്പട്ടി കളഞ്ഞ തീപ്പട്ടി എന്റെ ഉള്ളിൽ പോയി. ശാന്തി ഹലോ. കിച്ചു ജയിച്ചു. ഞങ്ങൾ അമ്പലത്തിനോട് എല്ലാവരും കിച്ചു ജയിച്ചു.
അടുത്ത് പിള്ളേർ തുടങ്ങി കമ്പിത്തിരി നിക്കടാ കത്തിക്കടാ നിക്കടാ വാഴ പിള്ളേരെ എന്റെ വെച്ചാൽ അതിന് കിട്ടില്ല എന്നാ ഒറ്റടി കത്തിക്കട ആ നീ ആരാ അതിൻ്റെ ഉള്ളിൽ കത്തിയാ നിൽക്കണേ അതാ നമ്മുടെ കുട്ടായി പടക്കും അടുത്ത് ഹിംഗേരി വെള്ളം കിട്ടിയിട്ടല്ല പിള്ളേർക്ക് കത്തിച്ചു കൊടുക്കണ